കുട്ടികൾക്ക് കല്യാണത്തോട് താല്പര്യമില്ല, വിവാഹം കഴിക്കണമെന്ന് താല്പര്യമില്ല. എല്ലാരും ആഗ്രഹിക്കുന്നത് കല്യാണം താല്പര്യമില്ലെങ്കിലും ഒക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യമില്ല, നന്നായി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുകയാണ് എങ്കിലൊക്കെ. ഈ കല്യാണത്തോട് താല്പര്യമില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾക്കൊക്കെ പ്രേമുണ്ട്. എന്നെങ്കിലും പ്രേമം പാടില്ല. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പെൺകുട്ടികൾക്ക് 18 വയസ്സായാൽ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ മാതാപിതാക്കൾ പറയുമ്പോ പെൺമക്കൾ എന്താ പറയുന്നത്? എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട, പഠിച്ചു കഴിയട്ടെ എന്ന് പറയും. അവരിങ്ങനെ ചില എക്സ്ക്യൂസുകൾ പറയും, ചില മുടന്ത ന്യായങ്ങൾ പറയും, പഠിച്ചു കഴിയട്ടെ എന്ന്. അപ്പൊ പ്രേമവും പഠിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങിയാ പോരെ? 8ാം ക്ലാസ്സിൽ തന്നെ പ്രേമം എന്തിനാ തുടങ്ങുന്നത്? 10ാം ക്ലാസ്സിൽ തന്നെ പ്രേമം എന്തിനാ തുടങ്ങുന്നത്? ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. ഈ ഒരു ആശയത്തിലേക്ക് നമ്മുടെ മക്കൾ മാറാണ്. ലിവിങ് ടുഗദർ ആവാം. ഇതൊക്കെ അമേരിക്കക്കാരൻ വലിച്ചെറിഞ്ഞ ഡസ്റ്റ്ബിന്നിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ നാറിയ സംസ്കാരമാണ്. ഈ സംസ്കാരം നമ്മുടെ മക്കൾ കടമെടുക്കാണ്. നമ്മുടെ മക്കൾ ഇപ്പൊ തുടങ്ങാണത്. ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. എത്ര വേണമെങ്കിലും തന്റെ കാമുകന്റെ കൂടെ കറങ്ങാ, ചെലവഴിക്കുക, റൂമെടുക്കുക, ഒന്നിച്ച് ജീവിക്കുക. എന്നിട്ട് അയാൾക്ക് ഇവളെ മടുത്താൽ വേറൊരാളായിട്ട് അയാൾക്ക് പോവാ. ഇവന് ചിലപ്പോ ഇവൻ ഒഴിവാക്കിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക. ആണങ്ങനെയാണ്. അത് പെണ്ണുങ്ങൾ ഇന്നും ഒരു ആണിന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ ഇന്നൊരു പെണ്ണിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു നഗ്ന യാഥാർത്ഥ്യം. ഒരാണിന്റെ മെന്റാലിറ്റി തിരിച്ചറിയാൻ ഒരു പെണ്ണിന്നും പഠിച്ചിട്ടില്ല. എല്ലാം ഒരു പുരുഷന് സമർപ്പിക്കുക, എല്ലാം അങ്ങോട്ട് തുറന്നു പറയാ, തുറന്നു കൊടുക്കുക, എല്ലാത്തിനും സമ്മതിക്കുക. എന്നിട്ട് ഇവന് മടുപ്പ് വരുമ്പോ ഇവന് പിന്നെ വേറെ ആളെ നോക്കി ഇവളെ ഒഴിവാക്കി വേറെ ആളെ പിന്നാലെ പോകും. അപ്പൊ ഇവളെന്താ ചെയ്യാ? ജീവിതം മൊത്തവും ഒരു ചെറുപ്പക്കാരന് സമർപ്പിച്ച് അവസാനം ഇവളെ തേച്ചു പോകുമ്പോ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ എപ്പോഴാ മനസ്സിലാവുക? ഇതൊക്കെ എപ്പോഴാ തിരിയാ? അപ്പൊ ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. ഇതാരാ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്? എത്ര മനോഹരമാണ് വൈവാഹിക ബന്ധങ്ങളൊക്കെ.